ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ കാലത്ത് വാഹന വിപണി ഭരിക്കുന്നത് തന്നെ SUVകളാണ്, ശരിയല്ലേ? എന്നാൽ ഹാച്ച് ബാക്ക് കാറുകളുടെ ആവശ്യക്കാരൊന്നും ഒരുപാട് കുറഞ്ഞിട്ടില്ല എന്ന് വേണം പറയാൻ. പുതിയതായി ഒരു വാഹനം സ്വന്തമാക്കുന്നവരുടെ ആദ്യ ചോയ്സ് ഒതുക്കമുള്ള ഹാച്ച് ബാക്കുകളായിരിക്കും. മൈക്രോ അല്ലെങ്കിൽ കോമ്പാക്ട് സ്പോർട്ട് യൂട്ടിലിറ്റി വാഹനങ്ങൾ ഇതേ വിലയിലൊക്കെ ലഭിക്കുമെങ്കിലും പ്രായോഗികതയുടെയും ഫീച്ചറുകളുടെയും കാര്യത്തിൽ അല്പം മടിയന്മാരാണിവർ. അതിനായി ഹ്യുണ്ടായി ഒരു തന്ത്രം കൊണ്ടുവന്നിരിക്കുകയാണ്. ജനപ്രിയ മോഡലായ i20 ഹാച്ച് ബാക്കിനായി പുതിയൊരു വേരിയന്റ് പുറത്തിറക്കിയിരിക്കുകയാണ്. പ്രീമിയം ഹാച്ച് ബാക്കിന്റെ നിരയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ വാങ്ങുന്ന സ്പോർട്സ് വേരിയന്റിന്റെ ഓപ്ഷണൽ പതിപ്പാണ് ഹ്യുണ്ടായി ഇന്ത്യയിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. മോഹിപ്പിക്കുന്ന വിലയിൽ പുറത്തിറക്കിയിരിക്കുന്ന മെഡ് സ്പെക്ക് ട്രിം ലെവലിൽ കോമ്പാക്ട് SUVകളിൽ പോലും കിട്ടാത്ത പുതിയ ഫീച്ചറുകൾ ഉണ്ടാകുമെന്നതാണ് ഹൈലൈറ്റ്. ഇപ്പോൾ ഏറ്റവും വാല്യൂ ഫോർ മണി വേരിയന്റ് ആണ് സ്പോർട്സ് അറിയപ്പെടുന്നത്. എന്നാൽ ഇതിൽ കുറച്ചധികം സവിശേഷതകൾ കൂടി വേണമെന്ന് ആഗ്രഹിക്കുന്നവരെയാണ് സ്പോർട്സ് ഉന്നം വയ്ക്കുന്നത്. സ്പോർട്സ് മോഡലിനെ അടിസ്ഥാനമാക്കിയുള്ള ഒരു പുതിയ ഓപ്ഷണൽ വേരിയന്റിന് 8,73,000 രൂപയാണ് എക്സ്-ഷോറൂം വില വരുന്നത്. സിംഗിൾ ഡ്യുവൽ ടോൺ കളർ ഓപ്ഷനുകളുടനീളം മാനുവൽ ഗിയർ ബോക്സ് ഉപയോഗിച്ച് ഇത് നമുക്ക് സ്വന്തമാക്കാം. i20 സ്പോർട്സ് ഓപ്ഷണലിൻ്റെ ഡ്യുവൽ ടോൺ മോഡലുകൾക്ക് 8,88,000 രൂപയാണ് എക്സ്-ഷോറൂം വിലയായി നിശ്ചയിച്ചിരിക്കുന്നത്. അതായത് പുതിയ സ്പോർട്സ് മോഡലിന് സ്റ്റാൻഡേർഡ് പതിപ്പിനേക്കാൾ 35,000 രൂപയാണ് അധികമായി മുടക്കേണ്ടി വരുന്നത്. എന്നാൽ ഈ അധിക ചെലവിന് വയർലെസ് ചാർജർ, ഡോർ ആംറസ്റ്റിലെ ലെതറൈറ്റ് ഫിനിഷ്, ഇലക്ട്രിക്കലി ക്രമീകരിക്കാവുന്ന സൺറൂഫ് എന്നിവയുൾപ്പെടെ 3 പുതിയ സവിശേഷതകൾ കൂടി ലഭിക്കുന്നു. നേരത്തെ ടോപ്പ് ആൻഡ് ആസ്ത O വേരിയന്റുകളിൽ മാത്രമാണ് സൺറൂഫ് ലഭ്യമായിരുന്നത്. ഇവ കൂടാതെ ഉയരം ക്രമീകരിക്കാവുന്ന ഡ്രൈവർ സീറ്റ്, ക്രൂയിസ് കൺട്രോൾ, റിയർ പാർക്കിംഗ് ക്യാമറ തുടങ്ങിയ സവിശേഷതകളും പുതിയ ഹ്യുണ്ടായി i20 സ്പോർട്സ് O വേരിയന്റിൽ കമ്പനി ഒതുക്കിയിട്ടുണ്ട്. പക്ഷേ പുതിയ വേരിയന്റിന് 16 ഇഞ്ച് വീലുകൾ ലഭിക്കുമെങ്കിലും സ്റ്റീൽ വീലുകളാണിവയെന്നത് നമുക്ക് നിരാശപ്പെടുത്തിയേക്കാം. ഹൈ എൻഡ് മോഡലുകളിൽ വാഗ്ദാനം ചെയ്യുന്ന ഡയമണ്ട് കട്ട് അലോയ് വീലുകൾ കൂടി ചേർത്തിരുന്നെങ്കിൽ സംഭവം പൊളിച്ചേനെ. എന്നാൽ ഇന്റീരിയറിൽ നൽകുന്ന സ്റ്റാൻഡേർഡ് സൗണ്ട് സിസ്റ്റത്തിൽ ഫ്രണ്ട് ട്യൂറ്ററുകൾക്കൊപ്പം ഫ്രണ്ട് റിയർ സ്പീക്കറുകൾ അടങ്ങിയിരിക്കുന്നത് മോശമില്ലാത്ത ഒന്ന് തന്നെയാണ്. എന്നാൽ i20 ഹാച്ച് ബാക്കിന്റെ ഉയർന്ന വേരിയന്റുകളിൽ മാത്രമാണ് ബോസ് സൗണ്ട് സിസ്റ്റം നൽകുന്നത്. സേഫ്റ്റിയുടെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ഇപ്പോൾ വന്നിരിക്കുന്ന വേരിയന്റിന് 6 എയർ ബാഗുകൾ, ABS വിത്ത് EBD, ഹിൽ സ്റ്റാർട്ട് അസിസ്റ്റ്, ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി കൺട്രോൾ, വെഹിക്കിൾ സ്റ്റെബിലിറ്റി മാനേജ്മെന്റ് കൺട്രോൾ തുടങ്ങിയ സുരക്ഷാ സന്നാഹങ്ങളാണ് ഇതിൽ വന്നിരിക്കുന്നത്. പുതിയ വേരിയന്റിനും 1.2 ലിറ്റർ കാപ്പ പെട്രോൾ എഞ്ചിനാണ് കരുത്ത് നൽകുന്നത്. എന്നാൽ മറ്റ് ചില വേരിയന്റുകളിൽ നിന്നും വ്യത്യസ്തമായി ഇത് 5 സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷനിൽ മാത്രമേ ലഭ്യമാകൂവെന്നാണ് നിർമ്മാതാക്കൾ അവകാശപ്പെടുന്നത്. ഈ എഞ്ചിൻ മാനുവൽ ഗിയർ ബോക്സ് ഓപ്ഷനിൽ 83 bhp കരുത്തിൽ പരമാവധി 114.7 Nm ടോർക്ക് വരെ ഉൽപ്പാദിപ്പിക്കാൻ ശേഷിയുള്ളതാണ്. കാറിനൊപ്പം നൽകുന്ന CVT ഓട്ടോമാറ്റിക്കിൽ പവർ 88 bhp ആയി മാറുന്നുണ്ട്. പോയ വർഷം രാജ്യത്ത് റിയർ ഡ്രൈവിംഗ് എമിഷൻ മാനദണ്ഡങ്ങൾ നിലവിൽ വന്നതോടെ i20 ഡീസൽ പൂർണ്ണമായും പിൻവലിച്ചു. എന്നാൽ ഡ്രൈവിംഗ് ഹരമായി കൊണ്ടു നടക്കുന്നവർക്ക് 1 ലിറ്റർ ടർബോ പെട്രോൾ ഇപ്പോൾ i20 N-ലൈൻ മോഡലിലൂടെ വാങ്ങാം. ഇത് 120 bhp കരുത്തിൽ ഏകദേശം 172 Nm ടോർക്ക് വരെ നൽകാൻ ശേഷിയുണ്ട്. ട്രാൻസ്മിഷൻ ഓപ്ഷനുകളിൽ 7 സ്പീഡ് DTT അല്ലെങ്കിൽ IMT ആയിട്ടാണ് വരുന്നതെന്ന് മാത്രം. എനിവേ, ഏവർക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വരുന്നവരെ നന്ദി, നമസ്കാരം.